വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം തുടങ്ങി. സുപ്രീം കോടതിയിൽ ഇന്ന് ഇടക്കാല ഉത്തരവിട്ടേക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വഖഫ് ഭേദഗതികളിലെ പല വ്യവസ്ഥകളും അധികാരപരിധി കടക്കുന്നുവെന്ന സൂചന ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം വാദത്തിനിടെ നൽകിയിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ചേരുകയാണ്. സിബി, കഴിഞ്ഞ ദിവസം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട്. വഖഫിൽ എന്താണോ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടത് അവിടെ പിടിച്ചു തന്നെ ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചിരുന്നു. നിലവിലുള്ള വഖഫ് സ്വത്തുകൾ അങ്ങനെ തന്നെ തുടരണം. 100 വർഷം മുമ്പ് വഖഫ് സ്വത്തായതിനെ രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെ? വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്തായിരിക്കും ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച ചില സൂചനകൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തു. വാദം തുടങ്ങിയോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു, ഈ വഖഫ് നിയമ ഭേദഗതിയിൽ 2ാം ദിവസം വാദം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ആദ്യം ഈ കേന്ദ്ര സർക്കാരിന്റെ മറുപടിയാണ് തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ വഖഫിന്റെ സ്വത്തുക്കൾ ഇതിൽ ആളുകളുടെ സ്വകാര്യ സ്വത്തുക്കൾ ഉൾപ്പെടെ വഖഫ് പിടിച്ചെടുത്തു എന്നുള്ള ഒരു ആരോപണമാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതിയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നതെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പാടില്ല, മറിച്ച് ചില രേഖകൾ സമർപ്പിക്കാനുണ്ട്. അതിനുവേണ്ടി കുറച്ചും കൂടെ സമയം വേണമെന്നൊരു ആവശ്യം കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഒരാഴ്ച സമയം വേണമെന്നാണ് സോളിസിറ്റർ ജനറൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പൂർണ്ണമായും സ്റ്റേ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു അതുമായി ഇതിൽ ചില ഭേദഗതികൾ നല്ലതും ചിലതെന്നാൽ ഇത്തരത്തിൽ കൃത്യമായ വേണ്ട തയ്യാറെടുപ്പോടെ അല്ലാതെയുള്ള കാര്യങ്ങളും ഈ ഒരു നിയമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു പരിശോധന ആവശ്യമാണെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഇടക്കാല സ്റ്റേ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. പക്ഷേ എങ്കിൽ പോലും ഇതിലൊരു സ്റ്റേ ഉണ്ടാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുമ്പോഴും ഇതില് ഈ പരമാവധി ഈ ഒരു ഇത് നേരിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിൽ ഏറ്റവും അതായത് സിബി, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വിഷയത്തിൽ വഖഫ് നിയമത്തിൽ പൂർണ്ണമായ ഒരു സ്റ്റേ ഇല്ല, എന്നാൽ വളരെ പ്രസക്തമായ ചില വിഷയങ്ങളിൽ ചില വിഷയങ്ങളിൽ തടസ്സം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി. അതിൽ പ്രധാനമാണ് ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം പൂർണ്ണമായ ഒരു സ്റ്റേ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയുന്നുണ്ടല്ലേ? തീർച്ചയായും ഇതിൽ ഈ നിയമത്തിനെതിരായ ഒരു പൂർണ്ണമായ ഉത്തരവല്ല, ഒരു അന്തിമ ഉത്തരവിന് വേണ്ടിയല്ല ഈ വാദമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുന്നു. അതായത് ഈ ഒരു വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അന്തിമ വിധിക്ക് വേണ്ടിയുള്ള വാദമല്ല, മറിച്ച് ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു നിയമനിർമ്മാണമായിരിക്കണം. ആ കാര്യത്തിലാണ് ഒരു പ്രാഥമികമായ ഒരു വാദം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുകയല്ല, ആ രീതിക്കല്ല, നിയമനിർമ്മാണം മൂലം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, ആ രീതിക്കാണ് ഈ ഒരു നിരവധി ഹർജികൾ വന്നപ്പോൾ പരിഗണിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും ഈ ഒരു ബെഞ്ച് പ്രത്യേകിച്ച് നമുക്കറിയാം സഞ്ജീവ് ഖന്ന ഈ മാസം 13-ാം തീയതി അല്ലെങ്കിൽ അടുത്ത മാസം 13-ാം തീയതി വിരമിക്കുകയാണ്. അതിനുശേഷം പുതിയൊരു അത് മനസ്സിലാകുന്നുണ്ട് സിബി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വരുമ്പോൾ 70ഓളം ഹർജികൾ ഉണ്ടായിരുന്നു, പക്ഷേ 140ഓളം ഹർജികളുണ്ട്. ഈ എല്ലാ ഹർജികളും കേൾക്കുമെന്നായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. അങ്ങനെ തന്നെയാണോ കാര്യം? സിജു, എന്തായാലും ഈ വഖഫുമായി ബന്ധപ്പെട്ടുള്ള ഈ ഹർജികളും ഇതിന്റെ നടപടികളും ഏറെ വർഷം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിലിപ്പോൾ ഒരു പ്രാഥമികമായ വാദം മാത്രമാണ് കേൾക്കുന്നത്. ഒരു പക്ഷേ ഇത് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചത് ഹൈക്കോടതികളിലേക്ക് വിടണമെന്ന കാര്യം ചോദിച്ചിരുന്നു. മാത്രമല്ല ഇതിനകത്തല്ലെങ്കിൽ മറ്റൊരു ബെഞ്ചിലേക്ക് വിടാനുള്ള സാധ്യതയുമുണ്ട്. കാരണം സഞ്ജീവ് ഖന്ന ഇനി അടുത്ത മാസം വിരമിക്കുകയാണ്. പിന്നീട് 2 മാസം സുപ്രീം കോടതി വേനൽക്കാല അവധിയിലേക്ക് പോവുകയാണ്. അതിനുശേഷമായിരിക്കും പുതിയ അധ്യക്ഷന് പുതിയ ചീഫ് ജസ്റ്റിസ് എല്ലാം തന്നെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഞ്ച് ആയിരിക്കില്ല ഇനി കേൾക്കാൻ പോകുന്നത്. സ്വാഭാവികമായി ഇതിന്റെ നിയമ നടപടിയും മറ്റുമെല്ലാം തന്നെയും നീളും. കാരണം 140ഓളം ഹർജികളുണ്ട്. ഈ ഹർജിക്കാരുടെ എല്ലാം തന്നെയും ആവശ്യങ്ങൾ കേൾക്കണം. അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേൾക്കണം. ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ ഉണ്ടാവും. ഈ വാദങ്ങളെല്ലാം തന്നെയും പൂർത്തിയാകുമ്പോൾ തന്നെ ഏകദേശം വർഷങ്ങളോളം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായി ഈ നിയമം ഏത് രീതിക്കാണ് എന്നുള്ളത് സാധാരണ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൽ സുപ്രീം കോടതി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ നിയമത്തിൽ ഒറ്റ നോട്ടത്തിൽ പോലും ഇതിൽ
വളരെ പല കാര്യങ്ങളും ഈ ഭരണഘടനാ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു സൂചന. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ സമയം വേണം, ഒരാഴ്ച കൂടി സമയം വേണം, കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്നെല്ലാതിന്റെയും വീണ്ടും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിന് മറുപടിക്കുള്ള സമയം അനുവദിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ആ ഒരു മറുപടി വേണമെന്ന ആവശ്യം, കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ കേന്ദ്രം മറുപടി നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും ഒടുവിലായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സിബി, അതിനകത്ത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, സുപ്രീം കോടതിയിൽ പറഞ്ഞത്, വഖഫിന്റെ പേരിൽ സ്വകാര്യ സ്വത്തുക്കൾ പിടിച്ചെടുത്തു, കണക്കുകളുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു, ഒരാഴ്ച സമയം വേണമെന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ കണക്കുകൾ പോലും ഇല്ലാതെയാണോ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഈ പ്രധാനപ്പെട്ട രാജ്യമാകെ കത്തിക്കാളിയ ഒരു വിഷയത്തിൽ വഖഫ് നിയമവുമായി പോകുമ്പോൾ കണക്കുകളില്ല, എത്ര സ്വകാര്യ സ്വത്തുക്കൾ പിടിച്ചെടുത്തു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഒരാഴ്ച സമയം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു? അതല്ലേ ഇന്ന് കോടതിയിൽ നടന്ന മറ്റൊരു കാര്യം? സിജു, ഇതിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യം മുതൽ തന്നെ ഈ കേസിൽ വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ആ ഇടക്കാല ഉത്തരവ് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഇതിനെ ശക്തമായി കേന്ദ്ര സർക്കാർ എതിർക്കുകയും ഇന്ന് കൂടുതൽ വാദത്തിന് വേണ്ടി സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച ചില നിരീക്ഷണവും എല്ലാം തന്നെയും ഏറെ പ്രധാനമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വഖഫ് കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും അല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം തന്നെയും തീർത്തും ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ മുസ്ലിം വിഭാഗത്തെ ഈ ഒരു കൗൺസിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതും കൂടാതെ ഏറ്റവും ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നിർബന്ധമാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചിരുന്നു. മാത്രമല്ല, ഒരു ഹിന്ദുക്കളുടെ ഒരു ബോർഡിലോ അല്ലെങ്കിൽ ട്രസ്റ്റുകളിലോ ഒരു മുസ്ലിങ്ങളെ നിയമിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചിരുന്നു. അതുകൂടാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾ, ആ മസ്ജിദുകളിൽ രജിസ്റ്റർ ചെയ്ത രേഖകൾ എങ്ങനെ ലഭ്യമാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. അങ്ങനെ തീർത്തും കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ ഈ വഖഫ് സ്വത്തുകളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുവോ അതിനെല്ലാം തന്നെ തടയിടുന്ന നിരീക്ഷണമാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ, ഈ ഒരു ഹർജികളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ബോധ്യം കൃത്യമായി കേന്ദ്ര സർക്കാരിന് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സമയം, കൂടുതൽ വാദം ഇന്നത്തേക്ക് ആവശ്യപ്പെട്ടത്. ഇന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വാദം തുടങ്ങിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് കൂടുതൽ സമയം വേണം, കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരാഴ്ച കൂടി സമയം ചോദിച്ചുകൊണ്ട്